ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ മോഡേൺ കവികളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ ജിബ്രാനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് ഇന്ന് ചർച്ച ചെയ്യുന്നു. പിന്നെ ഒലിത് ജിബ്രാൻ ജനിക്കുന്നത് യുസ്രത്തിൻ സഈറ ഫക്കീറ ബുഷ്ര എന്ന് പറയുന്ന നാട്ടിലെ പാവപ്പെട്ട കുടുംബത്തിൽ 1883 ലബനാനിലെ ഷിമാൽ ലബനാൻ എന്ന് പറയുന്ന ഭാഗത്താണ് ജനിക്കുന്നത്. ലബനാനിലെ ഷിമാൽ ലബനാനിലാണ് ജനിക്കുന്നത്. ഫിയുസ്രത്തിൻ മാറോനിയ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ജീവിതം ഫി ഷുർബിൻ വലൈബിൽ വറക്ക്, കള്ളുകുടിയും ചൂതാട്ടമൊക്കെ ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം കഴിഞ്ഞുകൂട്ടുന്നത്. വാലിദത്തുഹു കാമില റഹ്മ, അദ്ദേഹത്തിൻ്റെ ഉമ്മ കാമില റഹ്മയാണ്. നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ്. നല്ല സൗത്തിൻ്റെ തൻ്റെ ഉപ്പയിൽ നിന്ന് അനന്തരം കിട്ടിയ നല്ല ശബ്ദത്തിൻ്റെ ഉടമയും ആണ്. യൂസുഫ് ജിബ്രാൻ അൽ മാറൂനിയുടെ പേരക്കുട്ടിയിൽപ്പെട്ട ആളാണ് ജിബ്രാൻ. പോയിൻ്റുകൾ മാത്രമാണ് പറയുന്നത്. 1891 അദ്ദേഹത്തിൻ്റെ ഉപ്പയെ നികുതി അടയ്ക്കാത്തതിൻ്റെ പേരിൽ ഉപ്പയെ ജയിലിലിട്ടു. വൽക്ക വാലിദഹു അല സിജിനി ബിസബിസു ഇദാറത്തിഹി അല്ലറായിബ്. ഓക്കെ, 10ാമത്തെ വയസ്സിൽ അദ്ദേഹം പാറയിൽ വീണ് അദ്ദേഹത്തിൻ്റെ ഇടത്തെ തോളിന് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. ഫിലാശ്രത്തി മിൻ ഉംരിഹി വാക്ക ജിബ്രാൻ അൻ ഹെദ സുഹൂരി വാദി ഖദീഷ്. അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൽ നിന്ന് അറബി പഠിച്ചത്, സിറിയാനി പഠിച്ചത് ഒരു ജർമാനുസ് എന്ന് പറയുന്ന ഒരു പള്ളിയിൽ അച്ഛൻ്റെ കീഴിൽ വച്ചിട്ടാണ്. അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നത് 1895 അമേരിക്കയിലെ ബോസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അദ്ദേഹം അമേരിക്കയിൽ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഉമ്മ ഒരു തുന്നൽക്കാരിയായിരുന്നു. സഹോദരൻ ബത്രൂസ് ഒരു കച്ചവടക്കാരനായിരുന്നു. പിന്നീട് അദ്ദേഹം 1898 ബൈറൂത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് അറബി ഭാഷകൾ പഠിച്ചത്. അദ്ദേഹം എല്ലാ മതത്തിനെയും നിഷേധിക്കുന്ന ഒരാളായിരുന്നു ജിബ്രാൻ. 1902 വീണ്ടും അമേരിക്കയിലേക്ക് ബോസ്റ്റണിലേക്ക് തന്നെ മടങ്ങി. 1903 അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെട്ടു. സഹോദരൻ മരണപ്പെട്ടു. ബിദ്അസുൽ തളർവാദം ഏറ്റിട്ടാണ് മരണപ്പെടുന്നത്. ഓക്കെ, ഇങ്ങനെ ഇദ്ദേഹം ചിത്രരചനയിലേക്ക് ക്ഷണിക്കുന്നത് മാരിയ ഹാസ്കൽ അവളാണ് മുഴുവൻ ചെലവും എടുത്തിട്ടുള്ളത്. പിന്നീട് ഇവരെ പറയുന്ന പോയിൻ്റ് മാത്രമാണ് ഞാൻ വായിക്കുന്നത്. 1908 റസ്മിൽ ഒരു പഠനം നടത്തുന്നത് പാരീസിൽ. മാരിയ ഹാസ്കലാണ് അതിന് ചിലവ് നടത്തിയത്. അമീൻ ഒരിബ് അദ്ദേഹം ഉണ്ടാക്കിയ ജയത്തുൽ അഖ്ബാറിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അദ്ദേഹത്തിൻ്റെ മുഅല്ലഫാത്തുകളാണ് ചോദിക്കുക. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഅല്ലഫാത്തുകൾ 2 ഘട്ടമാണ്. 1905 മുതൽ 18 വരെ. അതിൽ അറബിയിൽ അദ്ദേഹം ഒരുപാട് ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. നുബുദത്തു ഫി ഫന്നിൽ മ്യൂസിക്കിയ, അറായിസുൽ മുറൂജ്. ഓക്കെ, അത് 3 കഥകളാണ്. അർവാഹുൽ മുത്തമദ്ദിദ അതിൽ 4 കഥകളാണ്. സ്വറാഹുൽ ഖുബൂർ, പിന്നെ അജ്നിയത്തുൽ മുത്തകസ്സിറ, ദംഅത്തും വൈബ്തിസാമ, അതും കഥയാണ് എന്നുള്ളത് ഓർത്ത് വെക്കണം. പിന്നെ ഈ 2018 മുതൽ 31 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ അധിക ഗ്രന്ഥങ്ങളും ഇംഗ്ലീഷിലായിരുന്നു. മവാക്കിബ്, അവാസിഫ്, നിരിവായാണ് ഇംഗ്ലീഷാണ്. ബദാഇ ത്വറായിഫ് മക്കാലാത്തുകളാണ്. മുനാജാത്ത് അർവാഹ്, ആലിഹത്തുൽ അർള്, പിന്നെ കിതാബുൽ മജ്നൂൻ, അവൽ കിതാബ് ഇംഗ്ലീഷിൽ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ കിതാബ് മജ്നൂൻ 1918. കിതാബുൻ നബി 1923 കിതാബുൻ നബി അദ്ദേഹം എഴുതിയിട്ടുള്ളത്.
ഇത് 20ഓളം മില്യൺ 10ഓളം ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധനായ ഗ്രന്ഥമാണ് നബി എന്ന് പറയുന്നത്.